അർദ്ധരാത്രി 1:30 എറണാകുളം നഗരഹൃദയത്തിന് സമീപമുള്ള സൗത്ത് മേൽപ്പാലത്തിന് സമീപത്തെ ആക്രി ഗോഡൌണിൽ തീപിടുത്തമുണ്ടാകുന്നത്. കഴിഞ്ഞ 30 വർഷമായി ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. ഏറെ വലിയ ഒരു തീപിടുത്തം എന്ന കാര്യത്തിൽ തർക്കമില്ലായിരുന്നു. ആദ്യഘട്ടത്തിൽ ഒരു യൂണിറ്റ് അഗ്നിശമന സേന ഇവിടെ എത്തി, നാട്ടുകാരും പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ എത്തി. പിന്നീടാണ് മനസ്സിലാകുന്നത് ഇത് വലിയ ഒരു തീപിടുത്തമാണെന്ന്. തുടർന്ന് എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 40ഓളം യൂണിറ്റ് അഗ്നിശമന സേന, പോലീസ്, നാട്ടുകാർ, പ്രദേശവാസികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീ അണയ്ക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറെ സന്തോഷകരമായ ഒരു കാര്യം. 9 തൊഴിലാളികൾ ഇതിനകത്ത് ഉറങ്ങിക്കിടന്നിരുന്നു. ഇവരെല്ലാം തന്നെ വിളിച്ചുണർത്തി പുറത്തേക്ക് എത്തിച്ചു. വലിയ ഒരു ആളപായം ഒഴിവാക്കാൻ കഴിഞ്ഞു. തൊട്ടടുത്ത വീടിന് ചെറിയ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. വാഹന വർക്ക്ഷോപ്പിന് ചെറിയ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 15 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായി എന്നാണ് പ്രാഥമികമായ ഒരു വിലയിരുത്തൽ. കോർപ്പറേഷൻ കൗൺസിലർ മാലിനി കുറുപ്പ് ഇവിടെ എത്തിയിട്ടുണ്ട്. എപ്പോഴാണ് സംഭവം അറിയുന്നത്? ഞാൻ സംഭവം രാത്രി 2:30-3 മണിയായപ്പോഴാണ് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഫയറിനെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ വന്ന് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർ ഒരു തീപിടുത്തത്തിന്റെ ഒരു പ്രാഥമിക കാരണം എന്താണെന്ന് എന്തെങ്കിലും മനസ്സിലായി? ഇല്ല, അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അത് ഈ കട ഏറെക്കാലമായിട്ട് ഒരു 30 വർഷത്തോളമായി ഇവർ റൺ ചെയ്യുന്നുണ്ട് ഇവിടെ. മറ്റ് ദുരൂഹ സാഹചര്യങ്ങളൊന്നും ഇല്ലെന്നാണോ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഈ തീപിടുത്തവുമായി ബന്ധം? ഇല്ല, അത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അതെന്തായാലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. തൊട്ടടുത്തുകൂടി കടന്നു പോകുന്ന ഒരു ഇലക്ട്രിക് ലൈനിൽ നിന്നും തീപ്പൊരി പാറിയതുകൊണ്ടാണ് തീപിടുത്തം ഉണ്ടായത് എന്നാണ് ഒരു പ്രാഥമിക വിലയിരുത്തൽ. നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. സാർ, ഇതിന്റെ ഒരു പ്രാഥമികമായ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിലവിൽ അങ്ങനെ അതിനെക്കുറിച്ച് അറിയില്ല. എന്താണ് കാരണമെന്ന് അന്വേഷിച്ചിരിക്കുകയാണല്ലോ. അട്ടിമറിയൊന്നും സംശയിക്കപ്പെടേണ്ട അങ്ങനെയൊന്നുമില്ല. അന്വേഷിച്ചിരിക്കട്ടെ. പോലീസ്, ഫയർഫോഴ്സ് ഒക്കെ അന്വേഷിക്കുന്നതല്ലേ. ഈ തീപിടുത്തം നടന്ന ആക്രി ഗോഡൌണ് തൊട്ടടുത്താണ് സൗത്ത് റെയിൽവേ സ്റ്റേഷനുള്ളത്. 10 മീറ്റർ ഇല്ല, ആ 10 മീറ്റർ ദൂരത്തിലൂടെയാണ് റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്നത്. തീപിടുത്തം ഉണ്ടായ ആദ്യഘട്ടങ്ങളിൽ 2 മണിക്കൂർ നേരം റെയിൽ ഗതാഗതം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. വലിയ ആൾത്തിരക്കുള്ള പ്രദേശമാണ്. എന്നാൽ അർദ്ധരാത്രി ആയതിനാൽ വലിയ തിരക്കില്ലായിരുന്നു. ചേട്ടാ, 1 മണിയോടുകൂടിയാണ് 1:45 വർഷത്തിന്റെ ഓർമ്മസിനാണ്ടത് അജി എന്ന് പറയും പുള്ളി. അത് കണ്ടപ്പോൾ തന്നെ എല്ലാവരും വിളിച്ച് വിവരം ധരിപ്പിച്ചായിരുന്നു. ഫയർഫോഴ്സ് വിളിച്ചു വന്നു. പക്ഷെ അപ്പോഴത്തേക്ക് കത്തി കയറി. എന്താണ് പ്രാഥമിക നിഗമനം? അത് ആദ്യം ഞങ്ങൾ വിചാരിച്ചത് അതൊരു കത്തിച്ചെന്ന് വിചാരിച്ചത്. പക്ഷെ അതല്ല, ഇത് ഈ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ലൈൻ പോകുന്നുണ്ടായിരുന്നില്ല കൂടെ. അപ്പോൾ അത് രാത്രി സ്പാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ ശ്രദ്ധിച്ചില്ല. കാരണം ഈ ഓൾറെഡി ചെറിയ സ്പാർക്ക് ഉണ്ടാവുമല്ലോ പോസ്റ്റിലൊക്കെ. അപ്പോൾ അതാന്ന് വിചാരിച്ചു. പക്ഷെ സംഗതി അതിൽ നിന്ന് കത്തി. രാത്രി ആരും ഇല്ല, പിന്നെ ശ്രദ്ധിച്ചില്ല, കത്തി കയറി. ഇലക്ട്രിക് ലൈൻ സ്പാർക്ക് ചെയ്തിട്ടാണ് തീപിടുത്തം ഉണ്ടായത്. ഏകദേശം എത്ര നാശനഷ്ടം ഉണ്ടാവും? അയ്യോ, പറയാൻ പറ്റില്ല. അതിപ്പോൾ നോക്കിയെങ്കിലല്ലേ അറിയാൻ പറ്റുള്ളൂ. തൊഴിലാളി 9 പേരാൻ തുറങ്ങുന്നുണ്ടായിരുന്നു. അവരൊക്കെ മാറ്റിയത് അപ്പം തന്നെ. ബിൽഡിംഗ് കാണാനല്ലേ, കത്തി നശിച്ച് താഴ്ത്തു വീണല്ലോ. ആ ബിൽഡിങ്ങിന് 3ാമത്തെ നിലയിലായിരുന്നു അവിടെ ഉറങ്ങിയിരുന്നത്. അവിടുന്ന് റെയിൽവേ ട്രാക്കിലൂടെ കടന്നു പോകുന്ന വൈദ്യുതി കമ്പിയിലേക്ക് തീ പടരാതിരുന്നത് വലിയൊരു അത്യാഹിതം ഒഴിവായി. 12ഓളം വരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ ഇതിനകത്തുണ്ടായിരുന്നു. ഇത് പലപ്പോഴായി പൊട്ടിത്തെറിച്ചു. വലിയ ഒരു അത്യാഹിതം തന്നെയാണ് ഒഴിവായത്. എന്തായാലും നാട്ടുകാരുടെയും അഗ്നിശമന സേനയുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ കൃത്യമായ ഏകോപനമുണ്ടായി. ആ മണിക്കൂറുകൾ കൊണ്ട് തന്നെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു. MLA TJ വിനോദ്, എറണാകുളം MLA TJ വിനോദ്, തഹസിൽദാർ, കോർപ്പറേഷൻ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ളവരുടെ പരിശോധന ഇവിടെ നടക്കേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിൽ അട്ടിമറിയുണ്ടോ എന്ന് ആ അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. പ്രാഥമിക നിരീക്ഷണ പ്രകാരം, പ്രാഥമിക വിവരപ്രകാരം അട്ടിമറി ഒന്നും തന്നെ ഈ തീപിടുത്തത്തിന് പിന്നിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആക്രി ഗോഡൌൺ പൂർണ്ണമായും കത്തിനശിച്ചിട്ടുണ്ട്. വസ്തുക്കൾ പൂർണ്ണമായും കത്തിനശിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ ഒരു അഗ്നിബാധ തന്നെയാണ് ഈ എറണാകുളം നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ പ്രദേശങ്ങളിൽ ഒന്നായ എറണാകുളം നഗരഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന സൗത്ത് മേൽപ്പാലത്തിന് താഴെ ഉണ്ടായത്. അഗ്നിശമന സേനയും നാട്ടുകാരും പോലീസും നടത്തിയ ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ആശ്വാസകരമായ കാര്യം.